ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കായ്പോളയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് മൂപ്പിച്ചെടുക്കണം. നല്ല പോലെ മൂപ്പിച്ചെടുക്കണ്ട, കുറച്ച് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ മൂപ്പിച്ചെടുത്താൽ ഒന്ന് നിറം മാറി വന്നാൽ മതി. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് 2 ഏത്തപ്പഴം ഇതുപോലെ മുറിച്ചെടുത്തത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് എത്ര മധുരം വേണോ അതിനനുസരിച്ചുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒരു തരി പോലും ഉണ്ടാവരുത്, അതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു പാൻ എടുത്ത് ചൂടാക്കാം. അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലായിടത്തും ആവുന്ന രീതിക്ക് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു പാനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ പാൻ വെക്കുന്നത്. അങ്ങനെ ഇതിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് പകുതി മാത്രം ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർക്കണ്ട, പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് എല്ലായിടത്തും ഇതുപോലെ ആക്കിയിട്ട് 1 മിനിറ്റ് അടച്ച് വെക്കാം. അതിൽ കൂടുതൽ അടച്ച് വെക്കരുത്, കുറച്ച് മാത്രം അടച്ച് വെച്ചാൽ മതി. അതൊന്നൊരു സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തുറന്നിട്ട് ഇതിലോട്ട് തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്ന അരച്ച് വെച്ച പഴം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 20 മിനിറ്റ് ആയതിന് ശേഷം നമുക്കത് തുറന്നെടുക്കാം. ഇതൊന്നും ആയിട്ടുണ്ടോ എന്ന് നോക്കാം. പക്ഷെ ഞാൻ തുറന്ന്, പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ മോന് ഫ്ലെയിം കൂട്ടി വെച്ച്, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിട്ട്, അതുകൊണ്ട് അടി ചെറുങ്ങനെ ഒരു നിറവ്യത്യാസം വന്ന്. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് കൂടെ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഇത് മറിച്ചിടണം. ഇനി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി കമഴ്ത്തി വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ല, എൻ്റെ മോൻ തന്ന പണിയാണിത്. ഇനി ഇതൊരു കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്തെടുക്കുക. അടിയൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പഴംപോലെ ഇവിടെ നല്ല രീതിക്ക് തന്നെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വ്യത്യസ്തമായിട്ടുള്ള പഴംപോളയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി പുതിയൊരു വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.